നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. ഈ മൂക്കിൽ കൂടി ബ്ലഡ് വരിക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധിക സിനിമകളിലും നായകനും നായികയ്ക്കും ഒക്കെ ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വായിൽ കൊള്ളാത്ത വേറെ ഏതെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമക്കാർ സ്ഥിരം പയറ്റിയിരുന്ന ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ കാണിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ മൂക്കിൽ കൂടെ ബ്ലഡ് വരല്. അത് പ്രത്യേകിച്ച് കുട്ടികൾക്കും കൂടിയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ശരിക്കും ഈ മൂക്കിൽ കൂടി ബ്ലഡ് വരിക, അല്ലെങ്കിൽ അതിന് മെഡിക്കൽ ടേംസിൽ പറയുക എപ്പിസ്റ്റാക്സിസ് എന്നാണ്. ഇത് അത്ര വലിയൊരു പ്രശ്നക്കാരനായിട്ടുള്ള ലക്ഷണമാണോ? അപ്പൊ ഇതുള്ള ആളുകൾക്കൊക്കെ ബ്ലഡ് ക്യാൻസർ ആണോ? സത്യത്തിലല്ല. ഈ 90% കാരണങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങളാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇപ്പൊ നിങ്ങൾ വലിയ ആളുകളെയും കുട്ടികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മൂക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചു ഭാഗം ബോണ് കൊണ്ടും കുറച്ചു ഭാഗം കാർട്ടിലേജ് കൊണ്ടുമാണ്. ഇതിന്റെ ഈ അറ്റത്ത് കുറേ രക്തക്കുഴലുകൾ, മൂക്കിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുറേ അധികം രക്തക്കുഴലുകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ പേര് ലിറ്റിൽസ് ഏരിയ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇടിയോ കുത്തോ ഒക്കെ കിട്ടിയാൽ തന്നെ ആ ഭാഗം ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുട്ടികളുടെ കാര്യം അറിയാലോ, അവരെവിടെയെങ്കിലും വീഴാനും അങ്ങനെ അവിടെ മുറിയാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനേക്കാൾ വലിയ കാര്യം ഇടയ്ക്കിടയ്ക്ക് അവർ മൂക്കിൽ കൈയിടും. അപ്പൊ ഈ മൂക്കിൽ കൈയിടുന്ന പ്രശ്നം കൊണ്ടും ഈ ഭാഗത്ത് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള, ഈ ലിറ്റിൽസ് ഏരിയ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കുട്ടികളിൽ വലിയ ആളുകളെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നോസ് പിക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രോമയാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷപ്പനികൾ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന ജലദോഷപ്പനികൾ, അലർജി. ഇതിലെല്ലാം ഈ ഭാഗത്തുള്ള, ഈ പറയുന്ന ഭാഗത്ത് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലിറ്റിൽസ് ഏരിയയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുറച്ചുകൂടി കുറഞ്ഞ, അല്ലെങ്കിൽ കുറച്ച് ശതമാനം ആളുകളിൽ കാണുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ മൂക്കിന്റെ ഉള്ളിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ. അതായത് മൂക്കിന്റെ ഉള്ളിൽ കാണുന്ന പോളിപ്പ്, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അതായത് നമ്മുടെ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുക. അങ്ങനെ മൂക്കിന്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് കാണാറുണ്ട്. പിന്നെ കുട്ടികളിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളാട്ടോ. ഇനി വലിയ ആളുകളെ നോക്കുകയാണെങ്കിൽ BP കൂടി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഡ്രൈ എയർ, അതായത് തണുപ്പ് കാലത്ത്, തണുപ്പ് സമയത്തൊക്കെ നമ്മുടെ മൂക്കും ഭാഗങ്ങളും ഒക്കെ നേസൽ കേവിറ്റി, ഈ സിറസ് ഏരിയ ഒക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്തും ഇത്തരത്തിൽ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ മരുന്നെടുക്കുന്ന ആളുകൾ, ഇപ്പോൾ നമുക്കറിയുന്ന പോലെ ഇപ്പോൾ ചില ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ബ്ലഡ് തിന്നിങ് ചെയ്യാനുള്ള, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ചില മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലും ബ്ലീഡിങ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ. ഇനി നമ്മൾ ക്യാൻസറിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ചിലപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ലുക്കീമിയയിലോ, അല്ലെങ്കിൽ ഈ മുഖത്തെ വേറെ ഏതെങ്കിലും ക്യാൻസറുകളിലോ, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലോ, അതായത് ബ്ലഡ് കട്ടിയാവാത്ത ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിലും ഇങ്ങനെയുള്ള ബ്ലീഡിംഗ്, നേസൽ ബ്ലീഡിംഗ് കാണാറുണ്ട്. പക്ഷേ മറ്റേ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ശതമാനം വളരെ ചെറുതാണ്. നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ ഈ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നവർക്ക് എല്ലാവർക്കും ക്യാൻസർ അല്ല. എന്നാൽ ക്യാൻസർ ഒരു കാരണമാണ്, പക്ഷെ വളരെ കുറച്ചാളുകളിൽ മാത്രം കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി ചില കാര്യങ്ങൾ, ഈ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നതിന്റെ കൂടെ വേറെ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് ഡേഞ്ചർ സൈൻസ്. അതെന്തൊക്കെയാണ്? ഒരു ഭാഗത്തു നിന്ന് മാത്രം ബ്ലഡ് വരിക, ബ്ലഡിന്റെ കൂടെ തന്നെ സീറോ സാങ്കുനസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്യുവർ ബ്ലഡ് അല്ല, അതിന്റെ കൂടെ ചിലപ്പോൾ കുറച്ച് പസ്സൊക്കെ മിസ്സായിട്ട് വരിക. അതുപോലെ നമുക്ക് മുഖത്ത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, മുഖം കോടി പോവുക, മുഖത്ത് ഫേഷ്യൽ പാൽസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ, സൈനസസുകളിൽ ചില വീക്കങ്ങൾ, അതുപോലെ ഈ പറയുന്ന എന്താ പറയാ മൂക്കിലൊക്കെ, അതായത് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് ഇതൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചയ്ക്കോ കേൾവിക്കോ മൂക്കിലെ മണത്തിനോ ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു സ്വെല്ലിംഗ് ആയിട്ടോ അങ്ങനെയൊക്കെ വരുന്നതിന്റെ കൂടെ മൂക്കിൽ കൂടി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഡേഞ്ചർ സൈൻസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ടെസ്റ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണെന്ന് പറഞ്ഞിരിക്കരുത്, എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണിക്കണം. എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ കുറേ കാരണങ്ങൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തി ആ കാരണം ചികിത്സിക്കലാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിന്റെ ഏറ്റവും നല്ല ചികിത്സ. പക്ഷെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂക്കിൽ കൂടി ബ്ലഡ് വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കടത്തരുത് ആ പേഷ്യന്റിനെ. കാരണം അങ്ങനെയാണെങ്കിൽ ആ ബ്ലഡ് പുറകോട്ട് പോയിട്ട് ആസ്പിറേറ്റ് ചെയ്യും. എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞ് ഇരുത്തുക, ഒരു വാഷ് ബേസിന്റെ അതായത് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ, ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇരുത്തണം. കൂടെ തന്നെ നമ്മുടെ ഈ കൈ വെച്ചിട്ട് ഈ ഭാഗം, ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്തു നിന്നാണ് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത, ഇവിടെ നന്നായിട്ട് പിച്ച് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഒരു ഐസ് അപ്ലൈ ചെയ്താലും ബ്ലീഡിങ് പലപ്പോഴും പെട്ടെന്ന് നിൽക്കാറുണ്ട്. ഇതുകൊണ്ടൊന്നും നിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നോസ് പാക്ക് ചെയ്യേണ്ടി വരും, കോട്ടറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു ആശുപത്രി സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സകളാണ്. അപ്പോൾ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നോസ് ബ്ലീഡിംഗ് നിർത്താനുള്ള ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡുകൾ പലതും ഉണ്ട്. പക്ഷേ സെക്കൻഡറി ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കി അതിനുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ എപ്പിസ്റ്റാക്സിസ് അഥവാ നോസ് ബ്ലീഡിംഗ് നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ വില്ലനൊന്നുമല്ല, പക്ഷേ കാരണം കണ്ടെത്തി ചികിത്സിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.